പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ചൂടൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അച്ചൂടനെ എവിടെ പോകുമ്പോഴും ലുലു പോകാമെന്ന് കേട്ടോ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ലുലുവിലേക്കാണെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, എന്നാലും പോകണമെന്നുണ്ട് കേട്ടോ. ഞാനവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സ്റ്റുഡിയോയിൽ കുറച്ച് ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചല്ല, ഒന്നേ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാമചന്ദ്രയെ പോയി നോക്കാമെന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വണ്ടിയൊക്കെ വെച്ച് കുറച്ചേരം അവിടെ മീനിനൊക്കെ നോക്കി കേട്ടോ. നല്ലപോലെ മീനുണ്ട് ആ ഒരു കുളത്തിൽ. എന്നിട്ട് മീനൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ബാഗും കൂടെ വാങ്ങണമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് റേറ്റ് കുറവിനൊന്നല്ല, അവിടെ നല്ല കളക്ഷൻ ഉണ്ട് മറ്റേ സൈഡ് സ്ലിംഗ് ബാഗിൻ്റെ. അപ്പോൾ അങ്ങനെ ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ബാഗ് എടുത്തതിൻ്റെ ഞാൻ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇടാം, ബാഗ് എടുത്തത് ഏതാണെന്നുള്ളതിൻ്റെ ഫോട്ടോ. അപ്പം ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. അപ്പം എനിക്ക് എന്തോ ഒരു കുറവ് വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നേരെ ബാഗ് വാങ്ങാൻ പോയി. അങ്ങനെ ഒരു ബാഗൊക്കെ വാങ്ങി നേരെ തിരിച്ച് രാമചന്ദ്രനിലേക്കാണ് കേട്ടോ പോയത്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാ വീഡിയോ ഇപ്പോൾ ഇട്ട് എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എടുക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനും ഒരു ഇതാണ്, ആൾക്കാർ നോക്കുമ്പോൾ ഒരു ചമ്മലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അവിടുന്ന് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ രാമചന്ദ്രൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് 2-3 കട കയറിയിട്ട് അവിടെ നിന്നൊന്നും എനിക്ക് അത്ര വലിയൊരു ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സൊന്നും. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സൊന്നുമില്ല. പിന്നെ ജീൻസിൻ്റെ ടോപ്പ് അതിലേ കണ്ണ് പോവുള്ളൂ എവിടെ പോയിട്ടുണ്ടെങ്കിലും. അങ്ങനെ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ അത് വാങ്ങിയില്ല, ജീൻസിൻ്റെ ടോപ്പ് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു. ലുലു പോയപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറച്ചും കൂടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലു ഫുള്ളായിട്ട് ക്രിസ്മസിൻ്റെ ഒരു ഇതാക്കിയിട്ടുണ്ട് ഫുള്ള്. പിന്നെ ഞങ്ങൾ നേരെ പോയി നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു വയലിൻ്റെ അതാരാണെന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു, വയലിൻ്റെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ട്രീ ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് ഇതൊരു വലിയ ക്രിസ്മസ് ട്രീ കേട്ടോ. നല്ല ഹൈറ്റുണ്ട്, നമ്മളെ ലുലു മാളിൻ്റെ അത്ര തന്നെ ഹൈറ്റിൽ നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ മാക്സിലോ എവിടെയെങ്കിലും പോയി ഡ്രസ്സ് നോക്കാമെന്നുള്ളതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സംഭവിച്ചെന്താണെന്ന് ഞാൻ അതുകൊണ്ടാണ് നിർത്തിക്കാൻ ഫോട്ടോ എടുത്തത്. ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ലുലു പോകാൻ തുടങ്ങിയിട്ട് ഹൈപ്പർ മാർക്കറ്റ് കയറാതെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. ഫുഡ് കോർട്ടിൽ പോലും ഞങ്ങൾ ആദ്യം കയറാറില്ല, ആദ്യം ഹൈപ്പർ മാർക്കറ്റ് കയറി നോക്കിയിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം മാക്സിലൊന്ന് പോയി, മാക്സിൻ്റെ തൊട്ടിപ്പുറത്താണ് സ്റ്റുഡിയോ. മാക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി, പിന്നെ സ്റ്റുഡിയോയിൽ കയറി ഡ്രസ്സൊക്കെ നോക്കി. എനിക്ക് അവിടുത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എനിക്ക് നോർമൽ ടോപ്പുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജീൻസിൻ്റെ ടോപ്പിലേ കണ്ണ് പോവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജീൻസിൻ്റെ ടോപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ജീൻസിൻ്റെ ടോപ്പ് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ മനസ്സിലുണ്ട് വാങ്ങണം, പക്ഷേ ജീൻസിൻ്റെ വേണ്ടാന്ന് വിചാരിച്ചാൽ എനിക്ക് സാധാ ടോപ്പൊന്ന് വാങ്ങണം എന്നുള്ളത് കൊണ്ട് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അവിടെ കയറി നോക്കി. പിന്നെ ഞങ്ങൾ മാക്സിലേക്ക് പോയിട്ടും കുറേ ടോപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നമ്മൾ സാധാ ടോപ്പൊക്കെ വലിയ റേറ്റിന് കാണുമ്പോൾ എനിക്കത് എടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഡ്രസ്സും എടുത്തില്ല കേട്ടോ. ഡ്രസ്സ് എടുക്കാനായിട്ട് ലുലു പോയി ഞങ്ങൾ ഡ്രസ്സ് പോലും എടുത്തില്ല. ഈ ഒരു ഡ്രസ്സ് ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ടോപ്പ്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഉറപ്പിച്ചാണ് ഞാൻ ജീൻസിൻ്റെ ടോപ്പ് എടുക്കില്ല എന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാത്തതിൻ്റെ സങ്കടത്തിൽ നേരെ പോയി ചിക്കിങ് പോയി KFC വാങ്ങി കഴിച്ചു കേട്ടോ. അച്ചൂട്ടിന് ഇപ്പോൾ KFC ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് വാങ്ങിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചാൽ കേട്ടോ. എപ്പോഴത്തേം പോലെ തന്നെ ലുലു മാളിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അച്ചൂടിനെ കുറേ നേരം വണ്ടിയിലൊക്കെ കളിപ്പിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, എന്നും ഇട്ടത് തന്നെ എന്തിനാ ഇടുന്നതെന്ന് വെച്ചിട്ടാണ്. പിന്നെ പുറത്ത് വന്നപ്പോൾ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തൊരു രസമാണ് രാത്രി ഇങ്ങനെ കാണാനല്ലേ. എപ്പോഴും കാണാറുണ്ടെങ്കിലും പക്ഷേ ഈ പ്രാവശ്യം ഈ താഴത്തെ ലുലു മാളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ലൈറ്റ് ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടംപോലെ ലൈറ്റ് ഇങ്ങനെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്ത് ഹൈവേൻ്റെ ഇപ്പുറത്ത് നിന്നാണ് എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല, എന്നാൽ പോലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ദൂരമല്ലേ ശരിക്കും പറഞ്ഞാൽ ലുലു ഉള്ളത്, ഇങ്ങനെ നോക്കുമ്പോൾ അറിയുന്നത്. പക്ഷെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഇത്ര വലുപ്പം മനസ്സിലാവുന്നില്ല എന്തായാലും. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ എത്രത്തോളം വലുപ്പം ഉണ്ടെന്നുണ്ട് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്നത് എന്താ കുറേ എടുക്കണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ലുലുവിൻ്റെത് ഫുള്ളായിട്ട് എടുക്കാതിരുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാനും മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, എന്നാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.